ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ നമ്മുടെ കലംകാരിയുടെ വെരി ഫസ്റ്റ് ലെസണാണ് ചെയ്യുന്നത്. വെരി ഫസ്റ്റ് ലെസണിൽ നമുക്ക് ഫസ്റ്റ് ഉള്ളത് കലംകാരിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. ഈ ബോർഡേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പ്രിൻസ് ഫ്രീ ഹാൻഡിൽ വരയ്ക്കും. കലംകാരിയുടെ പ്രത്യേകത തന്നെ ഇത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കറക്റ്റ് ഇന്ന ലൈനിൽ കൂടെ തന്നെ പോകണം അങ്ങനെയുള്ളതില്ല. ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയായി ഫ്രീ ഹാൻഡിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോമാണ് കലംകാരി. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ബോർഡർ. നമ്മൾ മറ്റ് ആർട്ട് ഫോംസിലൊക്കെ പഠിച്ച പോലെ 1 സ്കെയിൽ ലെങ്ത്തിൽ ഞാൻ ഫസ്റ്റ് ബോർഡർ വരയ്ക്കേണ്ടത് കേട്ടോ. 1 സ്കെയിൽ ലെങ്ത്തിലാണ്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് എ മാർക്കർ. ഹോപ്പ് ഇറ്റ് വർക്ക്സ്. യെസ്. ഇനി ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഹോപ്പ് യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, ഒരു ചെറിയ സർക്കിൾ വരച്ചു. ചെറിയ സർക്കിൾ, അതിന് ചുറ്റും വീണ്ടും ഒരു ചെറിയ സർക്കിൾ വരച്ചു. ഓക്കെ, ഈ 2 സർക്കിൾ ആയിക്കഴിഞ്ഞാൽ ഇനി മൂന്നാമത്തത് നമ്മളൊരു ഫ്ലോറൽ, ഒരു ചെറിയ ഇങ്ങനെ പൂ പോലെ കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് വൺ. ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെ അടുത്ത ഫ്ലോറൽ ഇത് നമ്മൾ വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു റിങ്, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പൂവ്. അങ്ങനെ നമുക്കിതൊരു 3-4 എണ്ണം വരയ്ക്കണം. കലംകാരിയുടെ ഭംഗി തന്നെ ഈ ഫ്രീ ഹാൻഡാണ്. സോ ഇത് ആരും ലൈന് വെച്ച് ഈക്വലാക്കിയൊന്നും വരയ്ക്കരുത്. ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിലിനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഇപ്പം നമ്മൾ 4 എണ്ണം വരച്ചില്ലേ, ഇങ്ങനെ ഇവിടെ നിന്നും ജോയിൻ ചെയ്യണം. ജസ്റ്റ് ഒരു ആർച്ച് പോലെ ഇട്ട് കൊടുത്താൽ മതി. ഒരു ട്രയാങ്കിളുടെ കർവ്ഡ് വേർഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോർഡർ വരുന്നത്. സെക്കൻഡ് ബോർഡറിലേക്ക് പോവുകയാണ്. നമുക്കിത് 2 ദിവസമായിട്ടാണ് ബോർഡേഴ്സ് വരിക. അതിന് നമ്മളിങ്ങനെ ഈ വേവ്സ് പോലെ വരയ്ക്കില്ലേ, അതുപോലെ ഇതാ നമ്മളൊരു ലൈൻ വരച്ചു. എന്നിട്ട് ഇതും 1 സ്കെയിൽ ലെങ്ത്താണ് കേട്ടോ. 115 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ ലെങ്ത്തിൽ. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഇതാ ഒരു വളരെ തിന്നായിട്ട് ഒരു ലൈനും കൂടെ കൊടുത്തു. ഇതാണ് സ്റ്റെപ്പ് 2 വരുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെ ഒരു മാർക്ക് ഇടുക. എന്നിട്ട് ഈ വാളൊക്കെ ഉണ്ടാവില്ലേ, സ്വാഡ്, അതിൻ്റെയൊക്കെ എൻഡ് പോലെ ആക്കി ഒരെണ്ണം ഇവിടെ, അതിൻ്റെ തൊട്ട് മുകളിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള സിമ്പിൾസ് ഇടുക. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ വരും. ഇങ്ങനെ ഇട്ടാൽ മതി. ഒരു ഹാഫ് സി പോലുള്ള ഒരു ഇതിടുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരേ പോയിന്റിൽ തുടങ്ങി ഇപ്പുറത്തേക്ക് അവസാനിപ്പിക്കാം. ഇതാണ് സ്റ്റെപ്പ് 3. ഇനി ഇതിനെ നമുക്കൊരു ലീഫാക്കി എടുക്കണം. അപ്പോൾ എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പൂ വരച്ച പോലെ തന്നെ 1 2 3 എടുക്കാം. 4 ഇങ്ങനെ ഒരു എസ് പോലെ കൊണ്ടുവരിക, വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ 1 2 3. ഈ ടിപ്പിന് ഇത്തിരി നീളം കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന് ഞാനൊരു എളുപ്പം മെത്തേഡ് പറഞ്ഞു തരാം. നമ്മുടെ പെൻസിൽ എടുത്തിട്ട് നമ്മുടെ നോർമൽ ലീഫ് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക പെൻസിലുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ ഇവിടെ ഇതാ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. മുകളിൽ മാത്രം ഷാർപ്പൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടും. ഇതെല്ലാം ഫ്രീ ഹാൻഡിൽ വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. ഇതാണ് സെക്കൻഡ് ആയിട്ടുള്ള നമ്മുടെ ബോർഡർ. ഇനി തേർഡ് ബോർഡർ അഗൈൻ നമുക്ക് 1 സ്കെയിൽ ലെങ്ത് ആണ്. ഞാൻ സ്കെയിൽ ലെങ്ത്തിൽ ഡിഫറൻസ് വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. നമ്മൾ എസ് എന്നുള്ള ആൽഫബറ്റിൽ നമ്മളിങ്ങനെ ഇട്ടു. ഇനി ആ എസ്സിന് തൊട്ടടുത്ത് വീണ്ടും ഒരു എസ് ഇടുക. അങ്ങനെ ഒരു 5 എസ് ഇട്ടു. എസ് എന്നുള്ളത് നമ്മളിട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, ഇതും ഉള്ളിലേക്ക് കൊണ്ടുവരിക. അടുത്തത് ഇവിടെ നിന്നൊരു ജമ്പും ഇവിടെ നിന്നൊരു ജമ്പ്. അപ്പോൾ നമ്മുടെ ഒരു മലയാളം കായും ഗായും കൂടെ, മലയാളം എഴുതാൻ അറിയുന്നവർക്ക് മലയാളത്തിൻ്റെ കായും ഗായും കൂടെ ഹാഫ് ആക്കി ചെയ്യുന്ന പോലെ ഉണ്ടാവും.
ആദ്യം ഈ എസ്സിനെ ഒന്ന് ഉള്ളിലേക്ക് സർക്കിൾ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കായ് എഴുതുന്ന പോലെ ഇതെങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. സോ ജസ്റ്റ് റിപ്പീറ്റിംഗ് ഇറ്റ് വൺസ് അഗൈൻ. കണ്ടോ? ഇത് കലംകാരി സ്റ്റൈലിൽ വരുന്ന, ഇതെല്ലാം കാളഹസ്തി സ്റ്റൈലിൽ വരുന്ന ഇതാണ് കേട്ടോ, പ്രിൻ്റുകളാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ തേർഡ് വൺ. സോറി, ഇനി അടുത്തതും കൂടി ഉണ്ട്. അതും 1 സ്കെയിൽ ലെങ്ത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഞാൻ കുറച്ച് വൃത്തിയായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേജും വൃത്തിയായിരിക്കും, നിങ്ങൾക്ക് ക്ലാരിറ്റിയും കിട്ടും. ഇതിൻ്റെ തന്നെ സിമിലർ വേർഷനാണ്. സോ ജസ്റ്റ് ഡ്രോയിങ് ഗ, പിന്നെ ഒരു സർക്കിൾ, വീണ്ടും ഒരു ഗ, ഒരു സർക്കിൾ, ഗ, സർക്കിൾ ആൻഡ് ഗ. ഓക്കെ, ഇനി ഇത് ഡിസൈൻ സെയിം. അപ്പം നമുക്കത് സെയിം തന്നെ കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ കൂടെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ കൊടുക്കാം. ഇതാണ് അടുത്തത്, ഫോർത്ത് വൺ. ഓക്കെ, ഇനി നമുക്ക് ഫിഫ്ത്ത് വൺ ആണ്. ഫിഫ്ത്ത് വൺ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്കെയിൽ ലെങ്ത് തന്നെ ചെയ്താൽ മതി. പക്ഷേ കുറച്ച് താഴെ, ഇതിനകത്ത് കുറച്ച് താഴെ ആയിട്ട് ഒരു ചെറിയൊരു ലൈനും കൂടെ കൊടുക്കണേ. ഇവിടെ ഒരു ലൈൻ നമ്മളിട്ടു, അതിൻ്റെ നടുവിൽ മുകളിൽ കുറച്ച് ഒരു 1 സെൻറ്റിമീറ്റർ ഉണ്ടാവുമോ ഗ്യാപ്പ്. ഏകദേശം 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു ലൈനും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അതിന് മുകളിലും വർക്ക് വരുന്നതുകൊണ്ടാണ്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ആർച്ച് ഇടുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. നമ്മൾ പി ഒക്കെ തിരിച്ചെഴുതുന്ന പോലെ. എന്നിട്ട് ഇങ്ങനെ നെക്സ്റ്റ് ഒരു ലൈൻ. ഇനി വീണ്ടും അടുത്ത ലൈൻ ഇടുക. അപ്പം ഇങ്ങനെ വന്നില്ലേ. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരും സ്മോൾ. ഇങ്ങനെ ഈ പ്രിൻ്റ് കൂടുതൽ ഒരുപാട് കലംകാരിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതാണ് നമ്മുടെ ഫിഫ്ത്ത് വൺ. ഇനി നമുക്ക് സിക്സ്ത് വൺ ചെയ്യാം. സിക്സ്ത് വണ്ണിന് 1 സ്കെയിൽ ലെങ്ത് ആണ്. ഇനി സിക്സ്ത് വൺ ചെയ്യുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ മലയാളം അക്ഷരം നാ പോലെ ഒരു ഹാർട്ട് പോലെ ഇതിവിടെ ഇങ്ങനെ ചെറിയ കൊണ്ടുവന്നിട്ട് അത് നിറയെ കൊടുക്കാം. എല്ലാം ഫ്രീ ഹാൻഡാണ്, തെറ്റിയാൽ കുഴപ്പമില്ല. യു ക്യാൻ ഡ്രോ വിത്ത് പെൻസിൽ. കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് ലെയർ, ഇതിൻ്റെ ഉള്ളിലും നമ്മളിതാ ഇതേ സാധനം ചെയ്യുകയാണ്. ഓൾറൈറ്റ്, ഇനി ഇവിടെ ഇതാ ഇങ്ങനെ തിന്നായിട്ടുള്ളൊരു ലെയർ കൊടുക്കാം. ഇതാണ് അടുത്തത് വരുന്നത്, സിക്സ്ത് വൺ വരുന്നത്. മൂവിങ് ഓൺ ടു സെവൻത്ത് വൺ. സെവൻത്ത് വണ്ണിന് നമ്മൾ 1 സ്കെയിൽ ലെങ്ത് തന്നെ കൊടുക്കാം. ഇനി ഇത് ചെയ്യുന്നതിന് ഫസ്റ്റ് ഞാൻ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് അടുത്ത ലെയർ ഞാൻ പെൻസിലുകൊണ്ട് ഒരു ലൈൻ വരച്ചു. ഈ പെൻസിലുകൊണ്ട് ലൈൻ വരച്ചത് വേറെ ഒന്നുമല്ല, അത് ഇങ്ങനെ വരുന്ന ഒരു സ്ക്രിബിളാണ് അടുത്ത ലെയറായിട്ട് വരുന്നത്. അപ്പോൾ ആ സ്ക്രിബിളിന് കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ പെൻസിലുകൊണ്ട് അത് കാണാൻ പാടില്ല. ഫസ്റ്റ് രണ്ടാമത് വരച്ച ആ സർക്കിൾ കാണാതെ ഈ സ്ക്രിബിൾ വരണം. അതിനാണ് ഞാൻ പെൻസിലുകൊണ്ട് ഇട്ടിട്ട് വരച്ചത്. ഇനി അതിൻ്റെ തൊട്ട് പിന്നാലെ അടുത്ത ലെയറായിട്ട് നമ്മുടെ ഈ ഒരു സർക്കിൾ വരയ്ക്കും. ഇനി ഇതാ ഇങ്ങനെ ഒരു ലെയർ നമ്മളിവിടെ വരച്ച
അതേപോലെ കൊണ്ടുപോവുക. എന്നിട്ട് തിന്നാക്കി കൊണ്ടുവരാം. കണ്ടോ? തിന്നാക്കി കൊണ്ടുവന്ന ശേഷം ആ ലീഫ് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതൊരെണ്ണം കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു സർക്കിൾ വരച്ചു. അടുത്ത സർക്കിൾ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ക്രിബിൾ കണക്റ്റഡ് ആയിട്ടുള്ള സർക്കിൾസ് കേട്ടോ, അത് വരച്ചു. നെക്സ്റ്റ് വൺ ഞാൻ ഈ നമ്മുടെ യൂഷ്വൽ പൂ വരച്ചു. ഇനി ഇതാ ലീഫിൻ്റെ നേരത്തെ വരച്ചതിന് കുറച്ചും കൂടെ ഷേപ്ഡ് ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത് മാത്രം. ഇതാണ് നെക്സ്റ്റത്തെ വരുന്നത്. സെവൻത്ത് അല്ലേ? 1 2 3 4 5 6 7 സെവൻത്ത് വൺ വരുന്നത്. അതോട് നമ്മുടെ സിമ്പിളായിട്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇതുപോലത്തെ ബോർഡേഴ്സ് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് വരിക. കോംപ്ലക്സ് പറഞ്ഞാൽ കുറച്ച് നീളവും വീതിയും എല്ലാം കൂടുതലായിട്ടുള്ള ഇതാണ് വരിക. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഒരു സർക്കിൾ വരച്ചു, അടുത്തൊരു സർക്കിൾ ഇട്ടു, മൂന്നാമത്തത് നമ്മൾ ആസ് യൂഷ്വൽ പോകുന്ന പോലത്തെ ഈ ഒരു സ്ക്രിബിൾ. ഇനി ഇവിടെ നിന്ന് വീണ്ടും കണക്റ്റായിട്ടാണ് കേട്ടോ, പുതിയതായിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും വരച്ചു. ഇതാണ് നമുക്ക് വരുന്ന അടുത്തത്.